ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞു പോയിട്ടുള്ള വർഷത്തിലുണ്ടായിരുന്ന സുഖദുഃഖങ്ങളിൽ നിന്ന് പുതിയൊരു സന്തോഷത്തിൻ്റേതായിട്ടുള്ളൊരു അധ്യായം തുറക്കുന്ന ദിവസമാകട്ടെ നമ്മുടെയൊക്കെ ഈ ഒരു വർഷത്തെ വിഷുവൽ പുണ്യകാലം. ഞാൻ ഇവിടെ പറയുന്നത് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അതിൽ കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന ഇടവം രാശിയിൽ ജനിച്ചവർക്ക് എല്ലാ മേഖലകളിലും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. സർവേശ്വരകാരകനും ലാഭാധിപനുമായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 2-ാം ഭാവത്തിലും പിന്നീട് ജൂൺ മാസം 2-ാം തീയതി മുതൽ ഈ വ്യാഴം ഉച്ചബലത്തോടുകൂടി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും കർമ്മസ്ഥാനമായിട്ടുള്ള 10-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെ അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപനും കർമാധിപനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിലോ അഭിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈശ്വര പ്രാർത്ഥനയോടൊപ്പം കഠിനാധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലോ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സന്തോഷവും പരസ്പരം ആത്മബന്ധം ഉണ്ടാവുകയും നിലനിൽക്കുന്നതായിട്ടുള്ള വിഷമതകൾക്കെല്ലാം തന്നെ ആശ്വാസം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സ്ഥാനക്കയറ്റത്തും ശമ്പള വർധനവിനും സാധ്യത കാണുന്നുണ്ട്. ജോലിസ്ഥലത്താണെങ്കിൽ പുതിയ അവസരങ്ങൾ കിട്ടുകയും അതുമൂലം വരുമാനം വർദ്ധിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ് മേഖലകളിലാണെങ്കിലോ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലെ ബിസിനസ്സിനെ വിപുലീകരിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും കൂടുതൽ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ 4-ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ദീർഘവീക്ഷണവും വളരെ നല്ലതാണ്. ഈ 4-ാം ഭാവത്തിൽ കേതുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്തം അർച്ചനയും വിഷ്ണു സഹസ്രനാമവും വളരെ നല്ലതാണ്.